മൂന്നാം ലോക മഹായുദ്ധം ഒരു പക്ഷേ തുടങ്ങിക്കഴിഞ്ഞിരിക്കാം. ഇറാനിൽ മിസൈലുകൾ പതിക്കുന്ന വാർത്തകളൊക്കെ നിങ്ങൾ TV-യിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ യുദ്ധം സംഭവിക്കാൻ പോകുന്നത് ഇവിടെ നമ്മുടെ പോക്കറ്റുകളിലാണ്. പെട്ടെന്നുണ്ടായ ഈ യുദ്ധത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ തന്നെ ഈ ഒരു ആക്രമണം നടത്തിയത്? ഗൾഫിലെ വ്യോമപാതകൾ പലതും അടച്ചുപൂട്ടിയതോടെ ഈ യുദ്ധഭൂമിക്ക് നടുവിൽ അകപ്പെട്ട ലക്ഷക്കണക്കിന് പ്രവാസികളുണ്ട്. അതുമാത്രമല്ല, എണ്ണ വിതരണ പാതകൾ പലതും തടസ്സപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നത് എന്തിനാണ്? ഈ യുദ്ധം നമ്മളെ ഏതൊക്കെ രീതിയിൽ ബാധിക്കും? ഇതൊക്കെ ഒന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ജനീവയിൽ നടന്ന അവസാനവട്ട ആണവ ചർച്ചകൾ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു. അതാണ് പെട്ടെന്നുള്ള ഈ ഒരു ആക്രമണത്തിന് കാരണമായിട്ട് പറയുന്നത്. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നുണ്ട് എന്നാണ് അമേരിക്കയും ഇസ്രയേലും അവകാശപ്പെടുന്നത്. അതായത് ഇറാൻ ഈ ആണവായുധങ്ങളൊക്കെ പൂർണ്ണമായിട്ടും നിർമ്മിച്ച് അവർ സജ്ജമാകുന്നതിന് മുമ്പ് തന്നെ അവരുടെ ആണവ ശേഷിയിൽ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ഒരു മുൻകരുതൽ ആക്രമണം, പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത്തരം ഒരു നിർമ്മാണം അവർ നടത്തുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഭീഷണിയാകുന്നത് ഇസ്രയേലിനും മറ്റ് രാജ്യങ്ങൾക്കുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പെട്ടെന്നുള്ള ആക്രമണത്തെ ഒരു മുൻകരുതൽ ആക്രമണം, ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്കായിട്ടാണ് എല്ലാവരും പറയുന്നത്. അമേരിക്ക ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ഇറാന്റെ മിസൈൽ വ്യവസായത്തെ നാവികസേനയും തകർക്കാനുള്ള പദ്ധതിയായിട്ടാണ് അമേരിക്ക ഈ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയെ കാണുന്നത്. എന്നാൽ ഇസ്രായേൽ ഇത് ഓപ്പറേഷൻ ലയൺസ് റോർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ഇസ്രായേൽ നേരിടുന്ന വലിയൊരു ഭീഷണി ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു ദൗത്യമായിട്ടാണ് അവർ ഈ ഓപ്പറേഷൻ ലയൺസ് റോർ നടത്തുന്നത്. ഇതിൽ നിന്നും യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും എന്താണ് ലഭിക്കുന്നത്? ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ സംഘങ്ങൾക്ക് ലഭിക്കുന്ന പണം, ആയുധം, അപ്പോൾ ഇതൊക്കെ തടയാനായിട്ട് ഇസ്രായേലിന് ഇതിലൂടെ സാധിക്കും. ഇനി അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് സാധിക്കും. എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇറാൻ സർക്കാർ ശക്തമായിട്ട് തിരിച്ചടിക്കുന്നുണ്ടെങ്കിലും ഇറാനിലെ സാധാരണ ജനങ്ങൾ ഇതിൻ്റെ ഇരകളാണ്. 2025 ഇറാനിൽ വലിയൊരു പ്രക്ഷോഭം നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആയിരക്കണക്കിന് ആളുകൾക്കെതിരെ ക്രൂരമായ പീഡനങ്ങൾ അഴിച്ചുവിട്ട ഒരു ഭരണകൂടമാണ് ഇന്ന് ഇറാനിലുള്ളത്. അപ്പോൾ ഈ ഒരു യുദ്ധ സാഹചര്യം മുതലെടുത്ത് ഇറാനിലെ ജനങ്ങൾ തന്നെ ഈ ഭരണകൂടത്തെ ഇല്ലാതാക്കും, അവരെ താഴെ ഇറക്കും എന്ന ഒരു നിരീക്ഷണം കൂടി ഇതിലുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമ്മളുടെ നാടിനെ, ഇന്ത്യയെ, കേരളത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് കൂടെ നോക്കാം. ഈ ഗൾഫ് നാടുകളിൽ ഏകദേശം 8 ദശലക്ഷത്തിലധികം ഇന്ത്യക്കാരുണ്ട്. അതിൽ ഭൂരിഭാഗവും മലയാളികൾ തന്നെയാണ്. അപ്പോൾ ഈ അമേരിക്കയുടെ ഈ ഒരു ആക്രമണത്തിന് എതിരെ ഇറാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UAE, ഖത്തർ, ബഹ്റിൻ എന്നിവിടങ്ങളിലുള്ള US സൈനിക താവളങ്ങളിലേക്ക് മിസൈലുകൾ അയക്കും. സ്വാഭാവികമായിട്ട് ഈ സംഘർഷം ഉടലെടുക്കുമ്പോൾ ഗൾഫിലെ വ്യോമപാതകൾ അടച്ചുപൂട്ടും, വിമാനങ്ങൾ റദ്ദാക്കും. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മളുടെ ആളുകൾ, പ്രവാസികൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയാം. ശരിക്കും നമ്മുടെ നാട്ടിലെ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നതിൻ്റെ പ്രധാന ഒരു കാരണം തന്നെ ഈ ഗൾഫിലെ പണമാണ്. ഈ ഒരു ആക്രമണം വലിയൊരു യുദ്ധത്തിലേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിനെ അത് സാമ്പത്തികമായിട്ട് വളരെ പ്രതിസന്ധിയിലാക്കും. കാരണം അവിടുത്തെ വ്യവസായം, അവിടുത്തെ സാമ്പത്തിക സ്ഥിതി, ഇതൊക്കെ വലിയൊരു ഭീഷണി നേരിടുകയും നമ്മളുടെ നാട്ടിലേക്കുള്ള പണമൊഴുക്ക് കുറയും, പ്രവാസികളുടെ ജോലികൾ നഷ്ടപ്പെടാം. ഇതൊക്കെ വലിയൊരു യുദ്ധമായിട്ട് മാറിക്കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക സ്ഥിതി വല്ലാണ്ട് മോശമാകാനുള്ള സാധ്യതയുണ്ട്. ഇനി എണ്ണയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഹോർമുസ് കടലിടുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ലോകത്തിലെ എണ്ണയുടെ ഒരു 20% കടന്നു പോകുന്ന ഈ ചെറിയൊരു വഴിയിലൂടെയാണ്. ഈ മിസൈൽ ആക്രമണവും മറ്റുമൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എണ്ണക്കപ്പലുകൾ അതിലൂടെ പോകില്ല. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഏകദേശം 90% ക്രൂഡ് ഓയിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ എണ്ണ വില ബാരലിന് $180-200 ആയിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ മൊത്തത്തിലുള്ള അവസ്ഥ നിന്ന് മാറും. പെട്രോളിനും മറ്റ് ഇന്ധനങ്ങൾക്കൊക്കെ വില സ്വാഭാവികമായിട്ട് കൂടും, പണപ്പെരുപ്പം കൂടും. സ്വാഭാവികമായിട്ടും അത് ബിസിനസ്സുകാരെ ബാധിക്കും, ചെറുകിട കച്ചവടക്കാരെ ബാധിക്കും. അങ്ങനെ മൊത്തത്തിലൊരു സാമ്പത്തികമായിട്ടുള്ള ചെറിയൊരു പ്രതിസന്ധി, ചെറുതെന്നല്ല വലിയൊരു പ്രതിസന്ധിയും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചുരുക്കത്തിലൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ യുദ്ധം നടക്കുന്നത് യുദ്ധഭൂമിയിൽ മാത്രമല്ല, അത് നമ്മുടെ വീടുകളിലും നമ്മുടെ സമ്പാദ്യത്തിലൊക്കെയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അന്താരാഷ്ട്ര വാർത്ത മാത്രമല്ല. നാട്ടിലെ കുടുംബം പോറ്റാൻ ഗൾഫിൽ കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളുടെയും നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ സുരക്ഷയുടെ കാര്യം കൂടിയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഇപ്പം മിഡിൽ ഈസ്റ്റിലുണ്ടെങ്കിൽ അവരൊക്കെ സുരക്ഷിതരാണോ എന്ന് നമ്മൾ ഉറപ്പാക്കണം. എല്ലാറ്റിനും ഉപരിയായിട്ട് നമുക്ക് സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കാം. കൂടുതൽ നിരപരാധികളുടെ, കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഈ ഭ്രാന്തൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഈ ലോക നേതാക്കൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു.